വാട്സാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിലും ഇത്രയും എളുപ്പമാർഗ്ഗങ്ങൾ വാട്സപ്പിൻ്റെ അകത്തുണ്ട് എന്ന കാര്യം നമ്മൾ ആരും ചിന്തിക്കാറേ ഇല്ല. ചിലപ്പോൾ നമുക്ക് അറിയാം, പക്ഷേ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. ഒരുപക്ഷെ നിങ്ങൾക്കിത് പുതിയ അറിവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഫീച്ചറായിരിക്കും. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് എളുപ്പമാർഗ്ഗത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിലുള്ള വാട്സാപ്പ് അത് തുറക്കാതെ തന്നെ അതിൻ്റെ ലോഗോയിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ വിളിച്ച ആളുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത അല്ലെങ്കിൽ മെസ്സേജ് അയച്ച ആളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി സ്ഥിരമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി വാട്സാപ്പ് തുറക്കാതെ തന്നെ ഇയാളുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, മെസ്സേജുകൾ കൈമാറാം, എല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സുകളുണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ പുറത്ത് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി വീണ്ടും വാട്സാപ്പിൻ്റെ ആ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ ഐക്കണുകൾ കാണാൻ സാധിക്കും. അതിൽ ക്യാമറ എന്ന ഭാഗം ലോങ് പ്രസ് ചെയ്തിട്ട് ക്യാമറയും നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും. വാട്സാപ്പ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം. ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ്, ഫോട്ടോസുകളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻഡിൻ്റെ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് സുഹൃത്തിനാണ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ സുഹൃത്തിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് തുറക്കാതെ തന്നെ ഇതുപോലെ ആ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ അല്ലെങ്കിൽ ഫോട്ടോസ്, വീഡിയോസുകൾ കൈമാറാൻ സാധിക്കും. വീണ്ടും വാട്സാപ്പിൻ്റെ ലോഗോയിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മോർ ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആപ്പ് ലോക്ക്, ആപ്പ് ഇൻഫോ, ഷെയർ, എഡിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ വാട്സാപ്പ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് വീണ്ടും റിമൂവ് കൊടുത്താൽ മതി. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ റിമൂവ് ചെയ്യാനും സാധിക്കും. ഇനി ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വാട്സാപ്പിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാകുക. വാട്സാപ്പിൻ്റെ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഇടത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയില്ല. ഇവിടെ ആഡ് എന്ന് താഴെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ആവും. കണ്ടോ, ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. ഇനി റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊക്കെ വാട്സാപ്പ് തുറക്കാതെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും കാണാം. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മൊബൈലിൽ നിന്നും ഞാനിപ്പോൾ ഒരു ഹായ് വിടുകയാണ്. ഓക്കെ, ഹായ്. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. അത് സെൻഡ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ടോ, ഇവിടെ ഹായ് വന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് തുറക്കാതെ തന്നെ നമുക്കിത് റീഡ് ചെയ്യാൻ സാധിക്കും. റീഡ് ചെയ്തത് അവർക്ക്, അതായത് അയച്ചവർക്ക് മനസ്സിലാകുകയില്ല. ഇനി ഞാനിപ്പോൾ മറ്റൊരു മെസ്സേജും കൂടി ഞാനിവിടെ അയക്കുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊരു മെസ്സേജും കൂടി ഞാനിപ്പോൾ ഇവിടെ അയക്കുകയാണ്. ഓക്കെ, അതും കൂടി അയച്ചിട്ടുണ്ട്. അതും ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആര് മെസ്സേജ് അയച്ചതും നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ റീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് റീഡ് ചെയ്തത് മറ്റൊരാൾക്കും മനസ്സിലാകില്ല. പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇതിൽ നിന്നും റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.